ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഐതിഹാസിക വ്യക്തിയാണ് സെന്റ് നിക്കോളാസ് എന്ന സാന്റാക്ലോസ് ക്രിസ്മസ് പാപ്പ. ക്രിസ്തുമസിനായി 8 അടി വലിപ്പത്തിൽ പാപ്പയെ നിർമ്മിച്ച് സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ശില്പി വേലൂർ ജോൺസൺ. ക്രിസ്മസിന് ഓരോ വർഷവും പുതുമയുള്ള ശില്പങ്ങളാണ് ജോൺസൺ നിർമ്മിക്കാറുള്ളത്. കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് വരച്ച തോളിൽ സഞ്ചിയുമായി വരുന്ന സാന്താക്ലോസിനെയാണ് ഈ വർഷം നിർമ്മിച്ചിട്ടുള്ളത്. ചുവന്ന കോട്ടും വെളുത്ത കോളറും കഫും ചുവന്ന ട്രൗസറും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച് തടിച്ച് വെള്ളത്താടിയുള്ള സന്തോഷവാനായ പാപ്പയാണ് നിർമ്മിച്ചത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫൈബർ ഗ്ലാസും തുണിയും ഉപയോഗിച്ചാണ് ശില്പം തയ്യാറാക്കിയത്. ഒരു കൈയിൽ സ്വർണ്ണ നിറത്തിലുള്ള ദണ്ടും മറുകൈയിൽ സമ്മാനപ്പൊതികളുമായി വരുന്ന സാന്താക്ലോസിന്റെ ശില്പമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിലും ശില്പനിർമ്മാണത്തെ അഭിമാനമായി കരുതുന്ന യുവശില്പിയാണ് ജോൺസൺ വേലൂർ. ഇത് ആദ്യം റഫായിട്ട് അതിൻ്റെ ഒരു ഫിഗർ നമ്മൾ പ്ലാസ്റ്റർ പെരിസിലെ തുണിയും പ്ലാസ്റ്റർ പെരിസും ഉപയോഗിച്ച് തയ്യാറാക്കി, പിന്നെ അതിൻ്റെ താടി മുടി എന്നിവ നമ്മൾ സെപ്പറേറ്റ് ഫിക്സ് ചെയ്ത്, പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ്ങും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അപ്പോഴത്തെ പാപ്പയെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കൈമുതലായി കിട്ടിയ പിതാവിന്റെ കലാവാസനയത്രയും തന്റെ ശില്പങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് വേലൂരിന്റെ ശില്പജാലകത്തിലേക്ക് നിരവധി ക്രിയാത്മകമായ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പ്രവേശിക്കുന്നത്. പ്രശസ്ത ശില്പിയായിരുന്ന കാലടി സർവകലാശാല മുൻ അധ്യാപകനുമായിരുന്ന ജോൺസൺ വേലൂരാണ് ഗുരു. വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2010 സ്ഥാപിച്ച ഗാന്ധി ശില്പ നിർമ്മാണത്തിലും 2016 തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കുട്ടികളുടെ സയൻസ് മ്യൂസിയത്തിൽ സ്ഥാപിച്ച അബ്ദുൽ കലാമിന്റെ ശില്പത്തിലും 2017 വേലൂർ പഴയങ്ങാടി ദേവാലയ അർണോസ് സ്മാരക ഹാളിന്റെ ചുമരിൽ നിർമ്മിച്ച അർണോസ് ചുമർ ശില്പത്തിലും പിതാവിനൊപ്പം ശില്പനിർമ്മാണത്തിൽ സഹായിയായി. വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള മാതാവ്, പിയാത്ത, യേശുക്രിസ്തു, തിരുകുടുംബം, ബുദ്ധൻ, അന്ത്യത്താഴം, ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗം, തിരുഹൃദയം തുടങ്ങിയ ചുമർ ശില്പങ്ങൾ, റിലീഫ് വർക്കുകൾ തുടങ്ങി നിരവധി ശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏറെ പ്രശസ്തരുള്ള വേലൂരിന്റെ ശില്പനിർമ്മാണ ഭൂമികയിൽ ശില്പങ്ങളുടെ നിർമ്മാണ ഘടനയിലെ ചാരുത കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്.